വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ AC ഫണ്ടമെൻ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് AC ഫണ്ടമെൻ്റൽ അറിയാലോ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു മൊഡ്യൂളിൽ വരുന്നത്. നമുക്കതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, in AC supply of frequency 50 Hz is connected to a capacitor offer a reactance of 10 ohm. If the frequency is increased to 100 Hz, reactance became. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു AC സപ്ലൈ ഓഫ് ഫ്രീക്വൻസി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, 50 Hz ആണ്. ഈസ് കണക്റ്റഡ് ടു കപ്പാസിറ്ററിലേക്കാണ്. അതിൽ ഓഫർ ചെയ്യുന്ന റിയാക്റ്റൻസ് എന്ന് പറയുന്നത് 10 ohm ആണെങ്കിൽ, ഇഫ് ദ ഫ്രീക്വൻസി അതായത് 50 Hz എന്ന് 100 Hz ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന റിയാക്റ്റൻസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കിയാൽ ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 5 ohm, ഓപ്ഷൻ സി 2.5 ohm, ഓപ്ഷൻ ഡി 40 ohm. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ നമ്മളുടെ കപ്പാസിറ്റർ സർക്യൂട്ട് എന്താണ്, കപ്പാസിറ്ററുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. കപ്പാസിറ്റർ സർക്യൂട്ട്സ് ആണ് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ ഇവിടുത്തെ റിയാക്റ്റൻസിൻ്റെ ഫോർമുല, അതായത് എക്സിയുടെ ഫോർമുല എന്താ, കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 1/2π എന്താ വരുന്നത്, 1/2π FC. ഇതല്ലേ കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസ് ഫോർമുല, അറിയാലോ. അപ്പോൾ ഇവിടെ എന്താ നമുക്കറിയാം, എക്സി ഈസ് എങ്ങനെയാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ഫ്രീക്വൻസി ആണ് അല്ലേ. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കറിയാം എക്സി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ഫ്രീക്വൻസി ആണ്. അപ്പോൾ ഇവിടുത്തെ എന്താണ്, പ്രൊഡക്റ്റ് ഓഫ് റിയാക്റ്റൻസും അതുപോലെ തന്നെ ഇവിടുത്തെ ഫ്രീക്വൻസി എങ്ങനെയാണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം, അതായത് XC2 അല്ലേ, XC2 ഡിവൈഡഡ് ബൈ XC1 ഈക്വൽ ടു നമ്മുടെ ഫ്രീക്വൻസി F1 ഡിവൈഡഡ് ബൈ F2 എന്ന് എഴുതാം. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിലില്ലേ. ഇനി ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്ന് എഴുതി നോക്കൂ. എന്തൊക്കെയാണ്, ഇനീഷ്യൽ ഫ്രീക്വൻസി, അതായത് ഞാൻ F1 എടുക്കുകയാണ്. ഇനീഷ്യൽ ഫ്രീക്വൻസി എത്രയാ, 50 Hz ഇനീഷ്യൽ ഫ്രീക്വൻസി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അടുത്തത് എന്താണ്, സെക്കൻഡറി അല്ലേ. അടുത്തത് ഫൈനൽ ഫ്രീക്വൻസി എടുക്കാം, F2 ഫ്രീക്വൻസി എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, 100 Hz അല്ലേ, കൂടി. പിന്നെന്താ, റിയാക്റ്റൻസ് തന്നു, അതായത് X1 എടുക്കുകയാണ്, അല്ലെങ്കിൽ XC1, ഞാൻ XC1 സ്പെസിഫൈ ചെയ്യുന്നു. അത് എത്രയാ, 10 ohm ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, XC2 കണ്ടുപിടിക്കണം. പുതിയ റിയാക്റ്റൻസ്, അതായത് 100 Hz ആവുമ്പോൾ, ഫ്രീക്വൻസി 100 Hz ആവുമ്പോഴുള്ള റിയാക്റ്റൻസ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ ചെയ്യാം, ഈ ഒരു ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നോക്കിയേ, XC2 നമുക്കറിയില്ല. XC1 പറയുന്നത് എത്രയാ, 10 ohm ആണ് അല്ലേ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തേ. അപ്പോൾ XC2 ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു എന്നാൽ നമുക്കിവിടെ 1/2 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, XC2 ഈക്വൽ ടു എന്ത് വരും, 10/2 അല്ലേ, 10/2 എന്ന് കിട്ടും. 10/2 എന്ന് ചെയ്തേ, 10/2 എന്ന് ചെയ്യുമ്പോൾ 10/2 എന്ന് കിട്ടും. അപ്പോൾ 5 ohm കിട്ടി അല്ലേ. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ കിട്ടിയില്ലേ. അപ്പോൾ ആദ്യം എന്താ നമ്മൾ എഴുതേണ്ടത്, റിയാക്റ്റൻസ് ഫോർമുല, കപ്പാസിറ്റർ സർക്യൂട്ടാണ്. അതുപോലെ ഇൻഡക്ടർ നമുക്കറിയാം, പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട്, പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട്, പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു പോയിട്ടുള്ളതല്ലേ. അപ്പോൾ കപ്പാസിറ്റീവ് സർക്യൂട്ടിൻ്റെ എന്ത് എഴുതി, റിയാക്റ്റൻസ് ഫോർമുല നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി വെച്ചു. അതിന് നമ്മൾ എന്ത് ചെയ്തു, ഫോർമുല കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ പുതിയ റിയാക്റ്റൻസിൻ്റെ വാല്യൂ കണ്ടു. എത്രയാണ്, ക്വസ്റ്റ്യൻ ആൻസർ 5 ohm. ഓപ്ഷൻ ബി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ കേട്ടോ. അറിഞ്ഞിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ ചോദിച്ച് കാണാറുണ്ട് റിപ്പീറ്റഡ് ആയിട്ട്. Next question number 2. Two sinusoidal current are given by the equation I1 equal to 30 sin omega t plus pi/3 and I2 equal to 50 sin omega t minus pi/4. The phase difference between the current. Phase difference ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നിട്ടുള്ളത്, അതായത് ഫേസ് ആംഗിൾ. അപ്പോൾ ഒരു സൈനസോയിഡൽ കറൻറ്റിൻ്റെ അല്ലേ, ഫേസ് ആംഗിൾ സാധാരണ നോർമലി നമ്മളുടെ സൈനസോയിഡൽ കറൻറ്റിൻ്റെ ഫേസ് ആംഗിൾ എന്താണ്, ഇക്വേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നോർമലി നമ്മൾ സാധാരണ I ഈക്വൽ ടു IM സൈൻ ഒമേഗ t പ്ലസ് 5 അല്ലേ, നോർമലി. അതായത് ഫേസ് ആംഗിൾ ഓഫ് എ സൈനസോയിഡൽ കറൻറ്റ്, ഫേസ് ആംഗിൾ ഓഫ് എ സൈനസോയിഡൽ കറൻറ്റ് I ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്, IM
സൈൻ ഒമേഗ ടി പ്ലസ് 5. ഇതല്ലേ നമ്മൾ ഫേസ് ആംഗിൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ എന്താണ് I1 ഇനീഷ്യൽ I1 ഈക്വൽ ടു എന്താ തന്നിട്ടുള്ളത് IM 30 സൈൻ ഒമേഗ ടി പ്ലസ് π/3 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അടുത്തത് എന്താ I2 ഈക്വൽ ടു എന്താ തന്നിട്ടുള്ളത് 50 അല്ലേ, 50 സൈൻ ഒമേഗ ടി മൈനസ് π/4. ഇത്രയാണ് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കിയാൽ നിങ്ങൾ 105 ഡിഗ്രി, 175 ഡിഗ്രി, 50 ഡിഗ്രി, 60 ഡിഗ്രി എന്നൊക്കെയാണ്. അപ്പോൾ ഫേസ് ആംഗിളിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ കൺവേർട്ട് ചെയ്യണം. ഇതിലൊക്കെ റേഡിയനിലല്ലേ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഫേസ് ആംഗിൾ എന്താ 5. ഈ ഫസ്റ്റ് വണ്ണിൻ്റെ ഫേസ് ആംഗിൾ എന്താ നമ്മൾ ഇതാ ഫേസ് ആംഗിൾ 5 എവിടെയാ, 5ന്റെ വാല്യൂ എത്രയാ π/3 അല്ലേ. അടുത്തതിൻ്റെ നോക്കിയേ 5.2ന്റെ വാല്യൂ എന്താ വന്നിട്ടുള്ളത് -π/4. അപ്പോൾ ഇവിടെ എന്താ ഫേസ് ആംഗിൾ എന്താണ് റേഡിയനിലാണ് നമുക്ക് ഇവിടെ ഉള്ളത് അല്ലേ. റേഡിയനിലല്ലേ ഇത് കിടക്കുന്നത് π/3 π/4. അതിനെന്ത് ചെയ്യണം, ഈ ഒരു ഇതിന് എന്ത് ചെയ്യണം, റേഡിയനിലുള്ളതിനെ നമ്മൾ എന്താക്കി മാറ്റണം, ഡിഗ്രിയിലോട്ട് മാറ്റണം. കാരണം ഓപ്ഷനിൽ എന്താ ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ആൻസർ വേണ്ടത് ഏതിലാണ്, ഡിഗ്രിയിലാണ് ഇതിൽ ആൻസർ വേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, റേഡിയനിലുള്ളതിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, പൈ റേഡിയൻ ഈക്വൽ ടു അതല്ലേ ഫോർമുല, പൈ റേഡിയൻസ് ഈക്വൽ ടു 180 ആണ്. പഠിച്ചിട്ടില്ലേ, 180 ഡിഗ്രിയാണ്. അതായത് ഫേസ് എന്താണ് ഈസിയായി കൺവേർട്ട് ചെയ്യാൻ, റേഡിയന് ഡിഗ്രിയായി കൺവേർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ് പൈ റേഡിയൻ ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്തൂടെ. അപ്പോൾ 5.1 ഈക്വൽ ടു ഇവിടെ എന്താ വരുന്നത് 5.1 ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, π/3 ഇൻറ്റു 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ പൈ എന്ന് ചെയ്യാം. പൈ ക്യാൻസലായി. സോ നമുക്ക് എത്രയാണ് കിട്ടുന്നത് 60 ഡിഗ്രി എന്ന് കിട്ടും ആദ്യത്തെ. ഇനി അടുത്ത നോക്കിയേ 5.2 ചെയ്യുമ്പോൾ എന്താ വരുന്നത് -π/4 ആണ് അല്ലേ. -π/4 ഇൻറ്റു എന്താ വരിക 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ പൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് -45 ഡിഗ്രി എന്ന് കിട്ടാം. ഓക്കെ, -45 ഡിഗ്രി എന്ന് കിട്ടും. ഇത് ക്യാൻസൽ ആവും. ക്ലിയർ ആയില്ലേ. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക കേട്ടോ, കൺവേർഷൻ ചെയ്യുന്നത് അതായത് റേഡിയനിൽ നിന്ന് ഡിഗ്രിയിലേക്ക് മാറ്റുന്ന ആ ഒരു കൺവേർഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ 5.1 ഈക്വൽ ടു 60 ഡിഗ്രി ആയതുകൊണ്ട് അതെന്താണ് ലീഡിങ് ദ റെഫറൻസ് ആണ് അല്ലേ. ലീഡല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന മുമ്പോട്ട്. ഇവിടെ എന്താ -45 ഡിഗ്രി ആകുമ്പോൾ അതെന്താണ് ലാഗിങ് ആണ് ചെയ്യുന്നത്, ബാക്കിലോട്ടാണ് വരുന്നത്. ഈ നമ്മളുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറൻറ്റീസ്. ഫേസ് ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ളത്. അപ്പോൾ ഫേസ് ഡിഫറൻസ് എങ്ങനെയാണ് കാണുക, ആലോചിച്ച് നോക്കിയേ. ഫേസ് ഡിഫറൻസ് ∇φ എന്ന് ഞാൻ എഴുതാണ് കേട്ടോ. ഫേസ് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എന്താ എഴുതാം 5.1 മൈനസ് 5.2 ചെയ്താൽ പോരെ, നമുക്കത് കിട്ടും. അപ്പോൾ എന്താ വരുന്നത് 5.1 എന്ന് പറയുന്നത് 60 മൈനസ് ഓഫ് -45 ഡിഗ്രിയാണ് നമ്മളുടെ എന്ത് 5.2 എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഫേസ് ഡിഫറൻസ് ∇φ ഈക്വൽ ടു ഫേസ് ഡിഫറൻസ് എത്രയാണ് 60 + 45 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 105 ഡിഗ്രിയാണ്. 105 ഡിഗ്രിയാണ്. അതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. മനസ്സിലായോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്? അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് നമ്മളുടെ ഫേസ് ആംഗിൾ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഫേസ് ആംഗിൾ 5ന്റെ വാല്യൂ കണ്ടുപിടിച്ചു. 5 എന്ന് പറയുന്നത് π/3 - π/4 ഫേസ് ആംഗിൾ കണ്ടുപിടിച്ചു. പക്ഷെ ഇവിടെ എന്തെല്ലാം വേണ്ടത് റേഡിയനിലാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. ആ റേഡിയനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താ നമ്മളുടെ ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ്, ചെറിയ കോൺസെപ്റ്റാണ്. ഞാൻ കുറച്ച് ഇൻ ഡെപ്തിൽ പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും വൈഡായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് എന്താ ഫേസ് കണ്ടുപിടിച്ചപ്പോൾ എന്താണ് ഫേസിനെ ഡിഗ്രിയിലേക്ക് മാറ്റി അതിന് എന്ത് ചെയ്യുക ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ ആൻസറായി. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. ഇൻ എ പാരലൽ റെസിസ്റ്റൻസ് ഇൻഡക്റ്റൻസ് സർക്യൂട്ട്, അതായത് RL സർക്യൂട്ട്, ഇഫ് IR is the current in the resistor and IL is the current in the inductor, then എന്താ സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ എന്താണ് നോക്കിയാൽ എന്ത് സർക്യൂട്ടാണ്, പാരലൽ റെസിസ്റ്റൻസ് ഇൻഡക്റ്റൻസ് സർക്യൂട്ടാണ്. എന്ത് സർക്യൂട്ടാണ്? പാരലൽ റെസിസ്റ്റൻസ് ഇൻഡക്റ്റൻസ് സർക്യൂട്ടാണ്. അതിനകത്ത് IR എന്ന് പറയുന്നത് എന്താണ് കറന്റ് ആണ്. കറന്റ് ഏതിലെ റെസിസ്റ്ററിലുള്ള കറന്റ് ആണ്.
ഇൻഡക്ടറിലുള്ള കറൻറ്റും തന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക, ഒരു പാരലൽ സർക്യൂട്ട് എടുക്കുമ്പോൾ അവിടുത്തെ എന്താണ് നമ്മൾ ചെറുതിലേ, അതായത് നമ്മൾ ബേസിക് കോൺസെപ്റ്റ് മുതലേ പഠിക്കുന്നതാണ്. പാരലൽ സർക്യൂട്ടിൽ എന്താണ് സെയിം ആയിട്ട് വരുന്നത്? വോൾട്ടേജ് ഓരോ ബ്രാഞ്ചിലും സെയിം ആയിരിക്കും അല്ലേ? വോൾട്ടേജ് എന്താണ് സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ എവിടെ ഫേസറിൽ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? റെഫറൻസ് ആയിട്ട് സപ്ലൈ വോൾട്ടേജിന് റെഫറൻസ് ആയിട്ട് എടുക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പം IR എന്ന് പറഞ്ഞാൽ എന്താണ്? IR എന്ന് പറഞ്ഞാൽ കറൻറ്റ് അറ്റ് ദ റെസിസ്റ്ററിലൂടെ പോകുന്ന കറൻറ്റാണ് എന്താ IR എന്ന് പറയുന്നത്. അതെപ്പോഴും എന്തായിരിക്കും? ഇൻ ഫേസ് ആയിരിക്കും അല്ലേ? അതാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. അതായത് IR എന്ന് പറയുന്നത് എന്താണ്? കറൻറ്റ് IR എന്ന് പറയുന്ന ആൾ അല്ലേ? IR എപ്പോഴും എന്താണ്? IR എന്താണ്? ആൾവേസ് ഇൻ ഫേസ് ആണ്. IR എങ്ങനെയായിരിക്കും? ആൾവേസ് ഇൻ ഫേസ് വിത്ത് ദ വോൾട്ടേജ് അക്രോസ് ഇറ്റ്, IR എന്ന് പറയുന്നത്. അടുത്തത് ഇൻഡക്ടറിൻ്റെ കേസ് എടുക്കുമ്പോൾ നോക്കിയേ, കറണ്ട് ത്രൂ ദ പ്യുവർ ഇൻഡക്ടർ ഏത് രീതിയിലായിരിക്കും? ഒരു RL സർക്യൂട്ടിൽ ഇറ്റ്സ് ലാഗ്സ് ദ വോൾട്ടേജ് അക്രോസ് ഇറ്റ് ബൈ എക്സാക്ട്ലി 90 ഡിഗ്രി ആയിരിക്കും. ലാഗിങ് ആണ് അല്ലേ? ലാഗിങ് ആണ്. അപ്പോൾ IR റീസെറ്റ് എങ്ങനെയാണ്? 0 ഫേസ് ആണ് അല്ലേ? IR എങ്ങനെയാണ്? IR 0 കൺസിഡർ ചെയ്യുക. എന്താണ്? ഫേസ് വിത്ത് വോൾട്ടേജ് ആയിരിക്കും, ഇൻ ഫേസ് ആയിരിക്കും അല്ലേ? ഇൻ ഫേസ് വിത്ത് വോൾട്ടേജ് ആണ്. IL എന്ന് പറയുന്നത് എന്താണ്? -90 ഡിഗ്രി ആണ്, അതായത് ലാഗിങ് ആണ്. ഇവിടെ ലാഗിങ് ആണ്, ലാഗിങ് വിത്ത് വോൾട്ടേജ് ആണ്. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇവിടെ? IL നമ്മുടെ ഇൻഡക്ടർ എന്താണ്? ലാഗ് IR ബൈ 90 ഡിഗ്രി. ഓപ്ഷൻ A ആണ് കറക്റ്റ്. അല്ലെങ്കിൽ എന്താ പറയുക? നമുക്ക് IR അല്ലെങ്കിൽ എന്ത് പറയാം? IR ലീഡ്സ് IL ബൈ 90 ഡിഗ്രിയും കറക്റ്റാണ് കേട്ടോ. ഓർ അതായത് IR ലീഡ്സ് IL ബൈ 90 ഡിഗ്രിയും എന്ത് തന്നെയാണ്? കറക്റ്റ് തന്നെയാണ്. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിലും അതും കറക്റ്റ് തന്നെയാണ്. അപ്പം നോട്ട് ചെയ്യുക. അതിൻ്റെ ഫേസർ ഡയഗ്രാം തന്നിട്ടുണ്ട് താഴെ, അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ലാഗ് ചെയ്യാണോ ലീഡ് ചെയ്യാണോ എന്നുള്ളത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. Next question, question number 4. In an AC series circuit, higher Q factor indicate. ഒരു AC series സർക്യൂട്ടിനകത്ത് ക്വാളിറ്റി ഫാക്ടർ, Q factor അറിയാലോ, ക്വാളിറ്റി ഫാക്ടർ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ A ഗ്രേറ്റർ ഇറ്റ്സ് ബാൻഡ് വിഡ്ത്ത്, ഓപ്ഷൻ B ഷാർപ്പർ ഇറ്റ് റെസൊണൻസ്, ഓപ്ഷൻ C ബോർഡർ ഇറ്റ് റെസ്പോൺസ് കർവ്, ഓപ്ഷൻ D നേരോവർ ഇറ്റ് പാസ് ബാൻഡ്. ഇതിൽ 2 ഓപ്ഷൻസ് കറക്റ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ആൻസർ? അപ്പോൾ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്, അതായത് Q ഫാക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് എന്താ? FR ബൈ ബാൻഡ് വിഡ്ത്ത് ആണ് അല്ലേ? അതായത് റെസൊണന്റ് ഫ്രീക്വൻസി FR എന്ന് പറയുന്നത്, അതാണ് ഈ ഇക്വേഷൻ. ക്വാളിറ്റി ഫാക്ടർ Q ഈക്വൽ ടു എന്താണ്? റെസൊണന്റ് ഫ്രീക്വൻസി റെസൊണന്റ് ഫ്രീക്വൻസി ബൈ ബാൻഡ് വിഡ്ത്ത് ആണ് അതിൻ്റെ ഫോർമുല. അത് നിങ്ങൾ നോട്ട് ചെയ്യുക, അറിഞ്ഞിരുന്ന് വെക്കണം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ റെസൊണന്റ് ഫ്രീക്വൻസി FR ടു ഇറ്റ്സ് ബാൻഡ് വിഡ്ത്ത് ആണ് നമ്മളുടെ എന്താ ക്വാളിറ്റി ഫാക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇസ് എ റേഷ്യോ ഓഫ് റെസൊണന്റ് ഫ്രീക്വൻസി ടു ഇറ്റ്സ് ബാൻഡ് വിഡ്ത്ത് ആണ്. അപ്പോൾ ഇവിടുത്തെ റെസൊണൻസ് എങ്ങനെയായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഷാർപ്പർ ആയിരിക്കും. അതായത് ഹൈ ക്വാളിറ്റി ആണെങ്കിൽ അവിടുത്തെ റെസൊണൻറ്റ് എന്ന് പറയുന്നത് ഷാർപ്പർ ഇറ്റ്സ് റെസൊണൻസ് ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ പറയുന്നത്. അതുപോലെ നേരോവർ ഇറ്റ് പാസ് ബാൻഡ് കൂടിയാണ്. അതായത് Q ഈസ് എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ബാൻഡ് വിഡ്ത്ത് അല്ലേ? അപ്പോൾ Q ഇൻക്രീസ് ചെയ്ത, അതായത് ക്വാളിറ്റി ഫാക്ടർ ഇവിടെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ബാൻഡ് വിഡ്ത്ത് എങ്ങനെയാണ്? നാരോയിങ് അല്ലേ? നാരോയിങ് ഇറ്റ്സ് ബാൻഡ് വിഡ്ത്ത് ആണ്. അതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബിയും വരുന്നുണ്ട്, അതുപോലെ ഡിയും വരുന്നുണ്ട്. അപ്പോൾ നോട്ട് ചെയ്ത് പോവുക. നമുക്ക് ഏതെങ്കിലും ഒന്നാണെങ്കിൽ ഇപ്പോൾ B and D അങ്ങനെയൊക്കെ തരാറുണ്ട് അല്ലേ? രണ്ടും ഇതിലെന്താണ്? കറക്റ്റ് തന്നെയാണ് കേട്ടോ. അതിൽ ഷാർപ്പർ ഇറ്റ് റെസൊണൻസും വരും, അതുപോലെ എന്താ നേരോവർ ഇറ്റ് പാസ് ബാൻഡും കറക്റ്റായിട്ട് തന്നെയാണ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്യുക, ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ റേഷ്യോ ഓഫ് റെസൊണന്റ് ഫ്രീക്വൻസി ബൈ ബാൻഡ് വിഡ്ത്ത് ആണ്. അപ്പോൾ ഹൈ എന്താണ്? ഷാർപ്പർ റെസൊണൻസ് ആണ്, ഷാർപ്പർ ഇറ്റ് റെസൊണൻസും ആണ്, അതുപോലെ എന്താണ്? നേരോവർ ഇറ്റ് പാസ് ബാൻഡ് കൂടിയാണ്. Next question, the symbol J represented
കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ വെക്റ്റർ ത്രൂ എന്താണ് ജെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? അതാണ് ചോദിച്ചത്. സിമ്പിൾ ജെ റെപ്രസെൻറ്റഡ് കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ വെക്റ്റർ ത്രൂ എത്ര ഡിഗ്രിയിലാണ്? അത് അതിന് ഗ്രാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളത് ക്ലാസ്സിൽ നോക്കി പഠിക്കുക. അതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 90 ഡിഗ്രിയാണ്. അപ്പോൾ ജെ ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ 2-3 കണ്ടീഷൻസ് ഞാനിവിടെ പറഞ്ഞു തരാം. ജെ ഈക്വൽ ടു എന്താ 90 ഡിഗ്രി വരികയാണെങ്കിൽ 90 ഡിഗ്രി ആണെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് കേട്ടോ. കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് വരുന്നത്. മൈനസ് ജെ ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ മൈനസ് ജെ ആണെങ്കിൽ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് വരുന്നത്. നോട്ട് ചെയ്യണം കേട്ടോ. ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. ജെ സ്ക്വയർ ആണെങ്കിൽ അതെന്താണ്? -1 ആണ്. 180 ആണ് കേട്ടോ. 180 ഡിഗ്രി റൊട്ടേഷൻ ആണ്. ഓർക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പം അത് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെയിൻ പ്രോബ്ലം ഒക്കർ ഇൻ എ ലോ പവർ ഫാക്ടർ സർക്യൂട്ടീസ്. ഒരു സർക്യൂട്ട് അല്ലെ, ലോ പവർ സർക്യൂട്ടിൽ ഉണ്ടാവുന്ന മെയിൻ പ്രോബ്ലം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എന്താണ്? മോർ പവർ ഈസ് കൺസ്യൂംഡ് ബൈ ദ ലോഡ്. Next, option B, current required for a given load power higher. Active power developed by a generator exceed its rated output capacity. Heat generator is more than the desired amount. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ മെയിൻ പ്രോബ്ലം എന്തായിരിക്കും? അതായത് പവർ പി ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട്. പി ഓഫ് ഫാക്ടർ പി ഈക്വൽ ടു എന്താ? പവർ പി ഈക്വൽ ടു VI cos phi അല്ലേ? കോസ് ഫൈ. അതിലെ ഈ കോസ് ഫൈ കൂടിയാൽ അല്ലേ കറണ്ട് റിക്വയർ ഫോർ എ ഗിവൺ ലോഡ് പവർ ഈസ് ഹയർ. അതാണ് പറയുന്നത്. അതായത് കറക്റ്റ് ആൻസർ കറണ്ട് റിക്വയർ ഫോർ എ ഗിവൺ ലോഡ് പവർ ഹയർ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ കോസ് ഫൈക്ക് എന്നാ, അതായത് വെൻ എ പവർ ഫാക്ടർ ഈസ് ലോ, പവർ ഫാക്ടർ ലോ ആകുമ്പോൾ കറണ്ട് മസ്റ്റ് ഇൻക്രീസ് ടു ഡെലിവർ സം എമൗണ്ട് ഓഫ് റിയൽ പവർ ടു ദ ലോഡ്. അപ്പോൾ ദിസ് ഇൻക്രീസ് കറണ്ട് ഈസ് ദ പ്രൈമറി അഡ്വാൻറ്റേജ് ബിക്കോസ് ഇറ്റ് ലീഡ് ദ സെവറൽ സെക്കൻഡറി ഇഷ്യൂ അറ്റ് ഹയർ എനർജി ലോസസ് ഇൻ ദ കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ്? അത് എക്സ്പെൻസീവ് ആണ് അവിടെ ഉണ്ടാവുന്നത്, അത് ഹയർ പവർ ഡ്രോ ചെയ്യുമ്പോൾ. അപ്പോൾ എന്താണ്? നമ്മൾക്ക് പവർ ഫാക്ടർ കുറയുമ്പോൾ എന്താ സംഭവിക്കുക? അതെന്ത് ചെയ്യും? കൂടുതൽ കറണ്ട് അവിടെ റിക്വയർഡ് ആണ് അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? അപ്പോൾ കറണ്ട് റിക്വയർ ഫോർ എ ഗിവൺ ലോഡ് പവർ ഹയർ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്ന പവർ ഫാക്ടർ കുറയുമ്പോൾ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7, ദ ഫേസ് സീക്വൻസ് ഓഫ് എ 3 phase ഈസ് റിവേഴ്സ് ടു ദ 3 phase ലോഡ് ദെൻ. അതായത് 3 phase നമുക്ക് എന്താ തന്നിട്ടുള്ളത്? അതായത് ഫേസ് സീക്വൻസ് ഓഫ് എ 3 phase ഈസ് റിവേഴ്സ്. ഒന്ന് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 phase ലോഡിന് എന്താ സംഭവിക്കുക? അതായത് ഫേസ് പവർ ചേഞ്ച് ആവാം, ഫേസ് കറണ്ട് ചേഞ്ച് ആണോ, ഫേസ് കറണ്ട് ചേഞ്ച്ഡ് ഇൻ ആൻ ആംഗിൾ ബട്ട് നോട്ട് ഇൻ മാഗ്നിറ്റ്യൂഡ്, ടോട്ടൽ പവർ കൺസ്യൂംഡ് ഈസ് ചേഞ്ച്ഡ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ 3 phase ബാലൻസ്ഡ് സർക്യൂട്ട് സിസ്റ്റം ഒക്കെ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കറണ്ട്സ്, അതായത് നോക്കിയാൽ 3 current ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെപ്പറേറ്റഡ് ബൈ ഒരു ബാലൻസ്ഡ് 3 phase സിസ്റ്റം നിങ്ങൾ എടുക്കുമ്പോൾ അവിടെ എന്താണ്? 3 current ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്. നോട്ട് ചെയ്യുക, എന്താണ്? കറണ്ട് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്. പിന്നെന്താ ചെയ്യണം? ആൻഡ് സെപ്പറേറ്റഡ് ബൈ 120 ഡിഗ്രി ഈക്വൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻറ്റ്. അത് തന്നെയാണ് ഇതിൽ ആൻസർ കീ ആയിട്ടും വരുന്നത്. അപ്പോൾ നമ്മൾ RYB അങ്ങനെ എഴുതുകയാണെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്, ഏതെങ്കിലും ഒരു ഫേസിനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ റിവേഴ്സിംഗ് ദ സീക്വൻസ് മിയർലി ചേഞ്ചസ് ദ റിലേറ്റീവ് ഡയറക്ഷൻ ഓഫ് ഫേസ് റിലേഷൻ ഓർ ഓർഡർ ഓഫ് 120 ഡിഗ്രി ഓഫ് സെറ്റ്. അപ്പോൾ ആസ് എ റിസൾട്ട് എന്താ സംഭവിക്കുന്നത്? ഫേസ് ആംഗിൾ ഓഫ് ദ കറണ്ട് ഷിഫ്റ്റ് റിലേറ്റീവ് ടു ഈച്ച് അതർ. ചിലപ്പോൾ ഫേസ് കറണ്ട് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്താലും അവിടെ എന്ത് സംഭവിക്കില്ല? അതിൻ്റെ മാഗ്നിറ്റ്യൂഡിന് ചേഞ്ചസ് ഒന്നും സംഭവിക്കില്ല. അതാണ് പറയപ്പെടുന്നത്. അപ്പോൾ നോക്കി ഇവിടെ ഫേസ് കറണ്ട് ചേഞ്ച്ഡ് ഇൻ ആംഗിൾ ബട്ട് നോട്ട് ഇൻ മാഗ്നിറ്റ്യൂഡ്. ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് അത് സ്പെസിഫൈ ചെയ്തു തന്നത്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ്. അതായത് ഫേസ് കറണ്ട് ചേഞ്ച് ആവാം, പക്ഷേ എന്താണ്? ഇൻ ആംഗിൾ ബട്ട് നോട്ട് ഇൻ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡിനൊന്നും സംഭവിക്കില്ല. ക്ലിയർ അല്ലേ? ആ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക.
Next question, for the same rating the size of 3-phase motor will be. അതായത് സിംഗിൾ ഫേസ് മോട്ടറും 3-phase മോട്ടറും റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ സെയിം റേറ്റിംഗ്, ഒരേ റേറ്റിംഗ് ആണ്. പക്ഷേ ഇത് സൈസ് ഓഫ് 3-phase മോട്ടറിന് എന്താണ് സംഭവിക്കുക? അതിൻ്റെ സൈസ് ലെസ് ആണോ, മോർ ആണോ, സെയിം ആണോ? ഏതാണ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ഇൻ സൈസ് ആണ്. അപ്പോൾ 3-phase മോട്ടർ എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ, അതായത് സിംഗിൾ ഫേസിനെ നോക്കുമ്പോൾ, സിംഗിൾ ഫേസ് മോട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കോമ്പാക്റ്റ് ആണ്. അപ്പോൾ അതിനകത്ത് അത് സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ് അല്ലേ? 3-phase എന്ന് പറയുമ്പോൾ എന്താ, അവിടെ സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ എന്താണ്, എക്സ്ട്രാ ബൈൻഡിങ്സ് ഒന്നും അവിടെ ആവശ്യമായി വരുന്നില്ല. പിന്നെ എന്താണ്, എഫിഷ്യൻസി കൂടുതലായിരിക്കും 3-phaseന് അല്ലേ? കമ്പയർ ടു സിംഗിൾ ഫേസ് എഫിഷ്യൻസി എന്താണ് അവിടെ കൂടുതലായിരിക്കും. അതുപോലെ പവർ ഡെൻസിറ്റി ഒക്കെ അവിടെ കൂടുതലാണ്. നോക്കിയേ, 3-phase ഇൻഡക്ഷൻ മോട്ടർ ഈസ് റഫ്ലി 30% സ്മാളർ ദാൻ എ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഓഫ് ദ സെയിം റേറ്റിംഗ്. എന്താണ്, 3-phase പവർ പ്രൊവൈഡ് എ കോൺസ്റ്റന്റ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. ദിസ് മോട്ടർ ഡു നോട്ട് റിക്വയർ, അതായത് സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഒന്നും അവിടെ ആവശ്യമില്ല നമ്മുടെ 3-phaseന്റെ കേസ് എടുക്കുമ്പോൾ. ഓർ ബൾക്കി കപ്പാസിറ്റർ, സിംഗിൾ ഫേസ് മോട്ടർ പറയുമ്പോൾ നമ്മൾ എന്താണ്, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറെ കപ്പാസിറ്റർ സ്റ്റാർട്ട്, അങ്ങനെയുള്ള കുറേ കേസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് മോട്ടേഴ്സിൻ്റെ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ എന്താണ്, ഇതിന് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്, സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഒന്ന് സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്, മോർ എഫിഷ്യൻസി ആണ്. അതുകൂടാതെ എന്താണ്, പവർ ഡെൻസിറ്റി കൂടുതലായിരിക്കും, മോർ കോൺസ്റ്റന്റ് ആൻഡ് ഹയർ പവർ ഡെൻസിറ്റി ആയിരിക്കും ഈ 3-phase മോട്ടറിനൊക്കെ. അപ്പോൾ എന്താണ്, അതിൻ്റെ സൈസ് വന്നിട്ട് എന്തായിരിക്കും, ഒരേ റേറ്റിംഗ് ആണെങ്കിൽ കൂടി സൈസ് ഓഫ് 3-phase മോട്ടർ എങ്ങനെയായിരിക്കും, ലെസ് ഇൻ സൈസ് ആണ് കമ്പയർ ടു സിംഗിൾ ഫേസ് എടുക്കുമ്പോൾ. ഓക്കെ. Next, question number 9. 3 resistors are connected in delta and 3-phase supply given to the circuit. Then one resistor is open. Power will be. എന്താണ് സംഭവിച്ചത്? എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ. 3 resistors are connected. സ്റ്റാർ ടു ഡെൽറ്റ, ഡെൽറ്റ ടു സ്റ്റാർ കൺവേർഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നില്ലേ? അതിൽ 3 റെസിസ്റ്റൻസ് ഡെൽറ്റയിലാണ് കണക്ട് ചെയ്യുന്നത് ഒരു 3-phase സപ്ലൈയിലേക്ക് അകത്ത്. നോക്കിയേ, 3 resistors are connected in ഡെൽറ്റ കണക്ഷൻ ആണ്. ആൻഡ് 3-phase സപ്ലൈ ഗിവൺ ടു ദ സർക്യൂട്ട്. ദർ 1 റെസിസ്റ്റൻസ്, അതിൽ ഒരു റെസിസ്റ്റർ ഓപ്പൺ ആവുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പവർ എന്താണ്, പവറിന് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 3 ഐഡന്റിറ്റിക്കൽ റെസിസ്റ്റൻസ് എങ്ങനെയാണ്, ബാലൻസ്ഡ് ഡെൽറ്റ കോൺഫിഗറേഷൻ. അതിൽ ഒരെണ്ണത്തിൽ എന്താണ് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടുത്തെ പവർ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് റെഡ്യൂസ്ഡ് ബൈ 1/3 ഓർ റെഡ്യൂസ്ഡ് ടു 2/3 ഓഫ് ദ ഒറിജിനൽ പവർ ആണ്. ഓക്കെ. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. Next question, if the B phase of a 3-phase star connected alternator became reverse connection by mistake, it will not affect. അതായത് ഇതേപോലെ തന്നെ RYB 3 phases ഉണ്ട് അല്ലേ, നമുക്കറിയാം. ആ ഫേസിൽ സ്റ്റാർ കണക്റ്റഡ് ആൾട്ടർനേറ്റർ അതെങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ സ്റ്റാർ കണക്റ്റഡ് ആണ് അവിടെ ഇരിക്കുന്നത്. അതിൽ ബൈ മിസ്റ്റേക്ക് നമ്മൾ എന്താണ്, ഏതെങ്കിലും ഒന്ന് റിവേഴ്സായി കണക്ട് ചെയ്തു, അതായത് RYBക്ക് പകരം YRB ആ ഒരു രീതിയിൽ, ഏതെങ്കിലും ഒരു രീതിയിൽ ഒന്ന് റിവേഴ്സായി കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഏത് ഫേസാണ് എഫക്റ്റ് ചെയ്യാത്തത്, എഫക്റ്റഡ്, അതായത് ഏത് ലൈൻ വോൾട്ടേജ് ആണ് എഫക്റ്റ് ചെയ്യാതിരിക്കുന്നത്. നോക്കിയേ, ഇനി 3-phase സ്റ്റാർ കണക്റ്റഡ് ആൾട്ടർനേറ്റർ, ദ ലൈൻ വോൾട്ടേജ് ബിറ്റ്വീൻ എനി 2 phase is the phasor difference of the respective phase voltage. അപ്പോൾ അത് റിവേഴ്സ്, അതായത് ഇഫ് ദ B phase, നമ്മളിവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, B phase ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, റിവേഴ്സായി കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൽ ഫേസർ ഡയറക്ഷൻ എന്താണ്, ഈസ് ഫ്ലിപ്ഡ് ബൈ 180 ഡിഗ്രി ഫ്ലിപ്പായി. അപ്പോൾ ഏതൊക്കെയാണ് എഫക്റ്റായി ചെയ്യുക, RYBയിലെ YB, അതായത് അത് എഫക്റ്റ് ആവും BR, അതായത് B ഉള്ള, അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി, B phase ഉള്ള എല്ലാത്തിനെയും അതെന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും, സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ. ഓക്കെ. അതായത് അതിൽ B വരുന്ന ഫേസ് ഉള്ളതിൽ എല്ലാത്തിലും അതെന്ത് ചെയ്യും, എഫക്റ്റായി പോവും. അപ്പോൾ എഫക്റ്റ് ചെയ്യാത്തത് ഏതാണ്, VRY, അതാണ് എഫക്റ്റ് ചെയ്യാത്തത്. നോട്ട് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് വന്നിട്ടുള്ളതാണ്. കാരണം കുറച്ച് എന്താണ് നമ്മൾ ചെയ്യേണ്ട കേസുകളൊക്കെ ഉണ്ട് അല്ലേ. ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിലും കുറച്ച് ടൈം നമുക്ക് അവിടെ ടൈം എടുക്കും. അതായത് അറ്റ്ലീസ്റ്റ് ഒരു 60 സെക്കൻഡ്സ് എങ്കിലും നമ്മൾ അവിടെ എടുത്തിട്ട് വേണം അത് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പോവുക. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ലാസ്റ്റ് ചോദിച്ചിട്ടുള്ള കുറേ PSC റിലേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യൻ, ലൈൻമാൻ അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസിനൊക്കെ ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ നന്നായി പ്രിപ്പയർ ചെയ്ത് പഠിച്ചു പോവുക. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.